അങ്ങനെ വെള്ളാപ്പള്ളി കുടുംബത്തെ തേടി അനിവാര്യമായ അന്വേഷണം വരികയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കാഫ് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇഡിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്നായിട്ട്. അതെ, ഈ കഴിഞ്ഞ LDF സർക്കാർ ആരെയൊക്കെ സംരക്ഷിച്ചോ അവർ ഓരോരുത്തരായി ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും നടത്തിയ തട്ടിപ്പുകളുടെയും ക്രൂരതകളുടെയും എന്തിന് കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരാളിൻ്റെയും മരണത്തിൻ്റെയും. ഇത് കണിച്ചുകുളങ്ങര യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന KK അങ്ങനെ അറിയാം, വെള്ളാപ്പള്ളിയുടെ രാജ്യം. അപ്പോൾ KK മഹേഷ്, അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ റൈറ്റ് ഹാൻഡ്, നടേശൻ അല്ലെങ്കിൽ മഹേശൻ എന്നിങ്ങനെയാണ് പറഞ്ഞത്. KK മഹേഷ് ഇദ്ദേഹം യൂണിയൻ ഓഫീസിൽ തന്നെയാണ് തൂങ്ങി മരിച്ചത്. അതെ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി ഇയാളെ ബലിയാടാക്കി. ഒരു നീണ്ട കത്ത് എഴുതിയിട്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ കത്ത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു, എൻ്റെ എവിടെയോ ഫയൽ ഉണ്ട്. അന്ന് രാവിലെ തന്നെ നമുക്ക് ഈ കത്ത് കിട്ടിയതാണ്. അപ്പോൾ ഇന്നിപ്പം എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഈ സാധനമുണ്ട്, അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, ആ കേസിൽ LDF സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ച അന്വേഷണമുണ്ട്. ഹൈക്കോടതി വരെ പോയിട്ട് പോലും നീതി കിട്ടാത്ത അവസ്ഥയാണ് മഹേശൻ്റെ കുടുംബത്തിൽ. അതെ, കാരണം ഈ വെള്ളാപ്പള്ളി നടേശനും സംഘവും തന്നെയാണ് ഇയാളുടെ മരണത്തിലേക്ക് ഇയാളെ തള്ളിവിട്ടത്. കാരണം എല്ലാ തട്ടിപ്പുകളും അവസാനം ഈ മനുഷ്യൻ്റെ തലയ്ക്ക് ഒരു കെട്ടിവെക്കുകയായിരുന്നു. സെയിം ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ പെരുന്നാട്ടിൽ നടന്നിട്ടുണ്ട്. അത് പക്ഷേ അവിടെ ഒരു CPMൻ്റെ ഒരു ഒരു ബാബു ഉണ്ടായിരുന്നു, മടത്തുംമൂഴി എന്ന് പറയുന്നത്. ഈ മടത്തുംമൂഴിയിൽ ഈ ബാബു ഒരു സുപ്രഭാതത്തിൽ തൂങ്ങി മരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റും CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അയാളുടെ PS മോഹനൻ്റെ സംഘത്തിൻ്റെ 3 പേരുടെ പേരാണ്, 3 CPM നേതാക്കളുടെ പേര്. പീഡനത്തെ തുടർന്നാണ് ഞാൻ തൂങ്ങി മരിക്കുന്നത്. ഒരു പോലും സംഭവിച്ചില്ല. ഞാനത് കഴിഞ്ഞാൽ അന്ന് റാന്നി DYSP ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ കസ്റ്റഡിയിലെടുത്തില്ല, ചോദ്യം ചെയ്തില്ല? ഇല്ല, ഞങ്ങൾക്ക് ആ കത്തിൻ്റെ ആധികാരികതയൊക്കെ ഞങ്ങൾക്ക് പരിശോധിക്കും. അതാണ് കാര്യം. അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ആ ശാസ്ത്രീയ പരിശോധന ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കത്തിൻ്റെ കാര്യത്തിൽ ആ ബാബുവിൻ്റെ വൈഫ് അവർ ഹൈക്കോടതി കയറി ഇറങ്ങുകയാണ് അയാളുടെ നീതിക്ക് വേണ്ടി. നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. അതെ, അപ്പം പാർട്ടി കുടുംബമാണ്, അതാണ് രസം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇതൊക്കെ പുനരന്വേഷിക്കേണ്ടതാണ്. ഈ ബാബുവിൻ്റെ ആത്മഹത്യയും പുനരന്വേഷിക്കേണ്ടതാണ്. അധോലോക സംഘം നടത്തിയ ഭരണകാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം മഹേശൻ്റെ കാര്യം നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് വഴി ഒരുപാട് പൈസ തട്ടിക്കൊണ്ടുപോയി. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, എല്ലാ യൂണിയനുകളിലും ഈ തട്ടിപ്പാണ്. അല്ല, മാത്രമല്ല ഈ മൈക്രോ ഫിനാൻസിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടല്ലോ സർക്കാർ, പിന്നോക്ക വികസന കോർപ്പറേഷൻ. അതെ, ഇത് ഈ ലോൺ എടുക്കുമ്പോൾ ഇതിന് വലിയൊരു കമ്മീഷനുണ്ട് ബാങ്കുകളിൽ നിന്ന് കിട്ടുമ്പോൾ. ഉണ്ട്. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 100 കോടി കടമെടുത്താൽ, 100 കോടി എന്നല്ല, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പോലെ എത്ര ശതമാനം കമ്മീഷൻ പോലും ആലോചിച്ചു. കമ്മീഷൻ ഒന്നും. പിന്നെ എല്ലാ യൂണിയനുകളിൽ നിന്നും ഇയാൾ ഈ കടമെടുപ്പിച്ചിട്ട് അതിൻ്റെ വിഹിതമെല്ലാം ഇയാൾ കൈപ്പറ്റിയതിന് ശേഷം ഈ പൈസ കൊടുത്തതായിട്ട് കാണിക്കുക, ഓരോരുത്തർക്ക് കൊടുത്തതായിട്ട്. ഇവരിത് അടിച്ചു മാറ്റിയേക്കുക. ഓരോ അംഗങ്ങൾക്ക് ഇപ്പം മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ചെറിയ സ്വയം സഹായ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അവിടെയൊക്കെ വിതരണം ചെയ്യുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇരിക്കുന്ന ഈ വനിതകളുടെ എല്ലാം പേരിൽ ഈ യൂണിയൻ ഭാരവാഹികൾ ഇവർക്ക് ലോൺ അനുവദിച്ചതായിട്ട് എഴുതി ഒന്നുണ്ടാകും. അല്ല, ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ പാവപ്പെട്ട സ്ത്രീകളുണ്ട്, ഇതിനുവേണ്ടി സംഘാടകരായിട്ട് ഇറങ്ങിയ പലരും അവർക്കൊക്കെ വീട്ടിൽ കുടിശ്ശികയ്ക്ക് കത്ത് വന്ന് അടച്ചില്ലെങ്കിൽ നിങ്ങളെ ജപ്തി ചെയ്യുമെന്നും പറഞ്ഞ് വരുമ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത് ഞങ്ങളുടെയൊക്കെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട്. ഈ പൈസ മുഴുവൻ എങ്ങോട്ട് പോയി? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ വെള്ളാപ്പള്ളിയുടെ പേരെഴുതി മഹേശൻ ആത്മഹത്യ ചെയ്തപ്പോൾ മഹേശന് എന്തോ മാനസിക പ്രശ്നമാണെന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. സ്വാഭാവികം. വെള്ളാപ്പള്ളി നടേശൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ മാനേജർ പേര് പറഞ്ഞിട്ടുണ്ടെന്നോ അയാളുടെ പേരുണ്ട്. അത് ആ കത്ത് ഒന്നുകൂടെ നോക്കിയെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മ വരികയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഈ കേസ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും, പക്ഷെ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യും. അപ്പോൾ ഇവർ കോടതിയെ സമീപിക്കുമ്പോൾ ഹർഷിത അട്ടല്ലൂരിയാണെന്ന് തോന്നുന്നു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ. ആദ്യം ഈ ലോക്കൽ പോലീസാണ് അന്വേഷിക്കുന്നത്. ഈ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാതിരുന്നതിന് പ്രധാന കാരണം അന്നത്തെ ആലപ്പുഴ SP ആണ്. ആലപ്പുഴ SP ഒരു PS സാബുവായിരുന്നു. IPS കൺഫർ ചെയ്ത് കിട്ടിയ ഉദ്യോഗസ്ഥനാണ്, റാന്നിക്കാരനാണ്, നമുക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഇയാൾ ഭയങ്കര വെള്ളാപ്പള്ളി ഭക്തനും വെള്ളാപ്പള്ളി ഇയാൾക്ക് പോസ്റ്റിംഗ് മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന എപ്പോഴും അങ്ങനെയാണെന്ന് പറയും, മുതലാളി തീരുമാനിക്കുന്നു ആലപ്പുഴ SPക്കാരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇയാൾ അവിടെ ചെന്നിരുന്നിട്ട് ഇയാൾ കേസ് എടുത്തതല്ലാതെ ഒരു ഇതനങ്ങുന്നില്ല. ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഈ PS സാബു. അപ്പം അങ്ങനെ അതിനുശേഷം
അടുത്ത ഈ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ആണെന്ന് തോന്നുന്നു ഈ ഹർഷിത അട്ടല്ലൂരിയെ കോടതി എങ്ങാണ്ട് ഇടപെട്ടിട്ടാണ് വയ്ക്കുന്നത്. എങ്കിൽ പോലും ഇവർ വെള്ളാപ്പള്ളി നടേശൻ്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല. ക്രൈംബ്രാഞ്ചായിരുന്നു അന്വേഷിക്കുന്നത്. ഇതുവരെ ഇത് സംബന്ധിച്ച് യാതൊരു നീക്കവും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. മരണത്തിന് ഉത്തരവാദി, ഒരാളുടെ ആത്മഹത്യക്ക് ഉത്തരവാദി എന്ന് പറഞ്ഞവനെ തീർച്ചയായിട്ടും ആൾ കേസെടുക്കണം. അതെ, കേസെടുക്കുമ്പോൾ ഇത് എവിടേക്ക് പോകുന്നറിയാമോ? ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ ഇരയാണ് നടേശൻ. മഹേശൻ കോടികളുടെ ബാധ്യത അയാളുടെ തലയിൽ വന്നു. അയാളുടെ തലയിൽ വന്നപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇനി ഇയാളെ തട്ടിയതാണോ എന്ന് എങ്ങനെ അറിയുന്നത്? തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ദുരൂഹത നീക്കണമെന്ന് പറഞ്ഞാൽ മഹേശൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്താണെങ്കിലും ശരി, ഈ മഹേശൻ്റെ ആത്മഹത്യാ കുറിപ്പിനുള്ളിൽ ഇവരുടെ പേര് കൃത്യമായിട്ട് ഏതായാലും ഇപ്പം ശരിക്കും വെള്ളാപ്പള്ളി പെട്ടിരിക്കുന്നത് VM സുധീരനാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച്. അവിടെ പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ നീക്കമാണ്. ഇപ്പോൾ തന്നെ SNDP സംരക്ഷണ സമിതിയുണ്ട്. നമുക്കറിയാം SNDP സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെയും ഈ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളത്. അതിൽ അവർ ഒരു ഘട്ടത്തിലേറെ വിജയിച്ചു കഴിഞ്ഞു. നിലവിൽ അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പേര് മാത്രമേ ഉള്ളൂ. ഒരു പദവി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിൻ കേസിൽ ഇയാളെ അയോഗ്യത കൽപ്പിച്ചു. ഇയാളെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ മൊത്തം കോടതി അയോഗ്യത കൽപ്പിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ വിധി തൽക്കാലത്തേക്കൊന്ന് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വിധി നിലനിൽക്കാതിരിക്കുന്നില്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 86 അധ്യാപക തസ്തികകൾ കോളേജിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ തസ്തികകൾ LDF സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചതാണ്. അത് ഇത്തവണ UDF കയറിയ സമയത്ത് അത് റദ്ദാക്കും എന്നാണ് SNDP സംരക്ഷണ സമിതി അടക്കം പ്രതീക്ഷിച്ചത്. അവർക്ക് കിട്ടിയ ഒരു വാഗ്ദാനം അത് തന്നെയായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി സതീശനെ പിറ്റേന്ന് രമേശ് ചെന്നിത്തലയെ കാണുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ പിറ്റേന്ന് ഈ 86 അധ്യാപകരും കോളേജുകളിൽ ജോയിൻ ചെയ്യുന്നു. ഈ തസ്തികകൾ ഫില്ല് ചെയ്യുന്നു. അവർ കോളേജുകളിൽ ജോയിൻ. നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തതുപോലെ വെള്ളാപ്പള്ളിന് യാദൃച്ഛികമായി ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വേറെയുണ്ട്. അത് കഴിഞ്ഞ പുറകെ ബിന്ദു കൃഷ്ണ ഇയാളുടെ അതൊരു സത്യത്തിൽ ഒരു ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. സതീശൻ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാ ഒരു ചൂണ്ട. അതിൽ കൊത്തിയത് ആരാന്നറിയോ? ഇവിടുത്തെ സമുദായ സ്നേഹികൾ മൊത്തം കൂടെ രംഗത്തിറങ്ങി. SNDP സമുദായത്തിൽപ്പെട്ട മൊത്തം ആൾക്കാരും ബിന്ദു കൃഷ്ണയ്ക്കെതിരെ രംഗത്തിറങ്ങി. ഇയാളുടെ കാല് പിടിക്കാൻ പോയി. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്തു? വെള്ളാപ്പള്ളി അനുകൂലികൾ. ഇത് മുസ്ലിം ലീഗിന്റെ കളിയാ. ഈ പ്രതിഷേധം പറഞ്ഞാലും മുസ്ലിം ലീഗിന്റെ കളിയാണ്. ഇത് ലീഗുകാർ വെള്ളാപ്പള്ളിയെ ഹിന്ദുക്കൾക്കെതിരായ ലീഗിന്റെ കടന്നാക്രമണം എന്നുള്ള രീതിയിലേക്ക് ഇവർ കൊണ്ടുപോയി. പക്ഷേ അതിനെ പ്രതിരോധിച്ചത് മുഴുവൻ ഇവിടുത്തെ SNDPക്കാരാണ്. ഓരോ SNDPക്കാരനും ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒറ്റ മുസ്ലിം ലീഗുകാരൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇയാളെ വേണ്ട, അത്രയേ ഉള്ളൂ. അത് ആത്മാർത്ഥമായിട്ടാണ്. ഞാനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള ആൾക്കാർ പോലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വ്യാപകമായി എഴുതുന്നുണ്ടല്ലോ. അപ്പം അവിടെ അവർക്ക് തെറ്റി. അപ്പം സതീശനും മനസ്സിലായി പണി പാളും ഇയാളെ താങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പിന്നെ ആലപ്പുഴയിൽ നടന്ന ജില്ലയിലെ എല്ലാ MLA ആദരിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ ചടങ്ങിൽ M. ലിജുവും എം ലിജു ഒട്ടും പങ്കെടുക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ M. ലിജുവിന് പിന്നെയും പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഒന്നാമത് ഇതൊരു പത്രസ്ഥാപനത്തിൻ്റെ പരിപാടിയാണ്. രണ്ടാമത് രമേശ് ചെന്നിത്തല ഈ വെള്ളാപ്പള്ളിയായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പം ഇത് ഇയാൾ കാരണമാണ് വരാത്തതെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ആവശ്യപ്പെട്ടതാണ് ഈ വെള്ളാപ്പള്ളിയെ അയാൾ തള്ളിപ്പറയണമെന്നാണ്. ചെറിയ ഭാഷയിൽ പോരാ, അയാളെ കടുത്ത ഭാഷ തള്ളിപ്പറയണമെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് VM സുധീരൻ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി. VM സുധീരൻ്റെ പരാതി ഒരു കാരണവശാലും അവഗണിക്കാൻ. മാത്രമല്ല VM സുധീരനെ സംബന്ധിച്ചുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ അല്ല, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. VM സുധീരൻ പിടിച്ച പിടിയിൽ തന്നെ നിൽക്കും. VM സുധീരൻ വർഷങ്ങളായിട്ടുള്ള പകയുണ്ട്. അയാളെ തോൽപ്പിച്ചതുൾപ്പെടെ അങ്ങനെ ഇയാളെ നിർത്തിയാണ് തോൽപ്പിച്ചത്. പക്ഷേ അയാൾക്കെതിരെ പ്രചാരണം നടത്തി VMനെതിരെ ഇവർ ഭയങ്കരമായിട്ട് ഇയാൾ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളഞ്ഞിട്ടുള്ളതാണ്. എന്താണെങ്കിലും ശരി, VM സുധീരൻ്റെ പരാതിയെ മുഖ്യമന്ത്രി ഗൗരവത്തോടെ തന്നെ കാണും. ഒരു സ്പെഷ്യൽ ടാസ്ക് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മഹേശൻ്റെ ആത്മഹത്യ പുനരന്വേഷിച്ചാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഈ വെള്ളാപ്പള്ളിയും മകനുമായിരിക്കും. അതിൻ്റെ പിന്നാലെ ഈ മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പിൻ്റെ കൂടുതൽ അറകളിലേക്ക്. അതുപോലെ ഇപ്പോൾ ഓൾറെഡി ശശിധരൻ ഉണ്ടല്ലോ, SP ക്രൈംബ്രാഞ്ച് SP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അന്വേഷിച്ച് പൂർണ്ണഘട്ടത്തിലെത്തി. അതിനിടയ്ക്ക് ഇത് വന്നുകൊണ്ട് ശബരിമല വിഷയം വന്നതുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും ഈ ദിവസം കണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. വെള്ളാപ്പള്ളിക്കെതിരെയാണ് റിപ്പോർട്ട്. അത് ഉടനെ വരും. ഈ സാധനം ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ആസൂത്രിത ഗൂഢാലോചനയിലൂടെ നടത്തിയ കൊള്ളയാണ്. പാവപ്പെട്ട
സമുദായാംഗങ്ങളുടെ പേരിൽ ലോൺ എടുത്തതിന് ശേഷം ആ പൈസ അടിച്ചു മാറ്റിയതാണ് ഇവർ ചെയ്തത്. എന്നാൽ ഇതിൻ്റെ മറുകര കണ്ടിട്ട് വി എം സുധീരൻ അടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം വി എം സുധീരൻ ഒരിക്കലും ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. അതെ. അതുകൊണ്ട് തന്നെ വി എം സുധീരൻ ഉറച്ച് തന്നെ നിൽക്കും. വി എം സുധീരൻ പറയുമ്പോൾ ഇ ഡി സതീശന് ഒന്നും മറുത്ത് പറയാനും പറ്റില്ല. അദ്ദേഹം നടപടി എടുക്കാൻ നിർബന്ധമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കേരളീയ സമൂഹത്തിലെ ഏറ്റവും വിശ്വാസമുള്ള നേതാക്കന്മാരുടെ ഒരാളാണ് വി എം സുധീരൻ. അങ്ങനെ ഒരാൾ ആവശ്യപ്പെടുമ്പോൾ അത് നിരസിക്കാൻ പറ്റില്ല. പണ്ട് പിണറായി കാണിച്ചുള്ള കളി നടത്താൻ പറ്റില്ല ഇനി അവിടെ. എന്താണെങ്കിലും ഈ പിണറായി പോലെ തന്നെ ഒരു വലിയ പതനത്തിൻ്റെ വക്കിലാണ് വെള്ളാപ്പള്ളി കുടുംബവും. ഈ വയസ്സാം കാലത്ത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഒന്നിച്ച് ജയിലിൽ പോയി കിടക്കുന്നതിൻ്റെ ഒരു അപൂർവ കാഴ്ച ചിലപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല.